ഒരു ചലഞ്ച് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ വണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ വണ്ടി എടുത്ത് പോകും എന്നുള്ളത്. കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു വണ്ടി ഓടിക്കും എന്നൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ സ്ഥിരമായിട്ട് വണ്ടി എടുത്ത് പോകുമായിരുന്നു. പക്ഷേ വസുവിന് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ വണ്ടി എടുക്കുന്നത് വളരെ കുറവാണ്. എനിക്കിപ്പോഴും ആ ഒരു പേടി മാറിയിട്ടില്ല കേട്ടോ. എന്തോ ഒരു പേടിയാണ് അവിടെ പോകുമ്പോഴും ഞാൻ വീഴുമോ, എനിക്ക് വണ്ടി ഓടിച്ചാൽ ശരിയാവോ എന്നൊക്കെ ഉള്ളത്. അടുത്തടുത്തൊക്കെ പോകുമ്പോഴും ഞാൻ ലാലോടിനോട് പറയും, ഞാൻ എവിടെയെങ്കിലും വീണാൽ വിളിക്കുകയെ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ മാക്സിമം ഞാൻ ലാലോടിനെ കൂടെ കൂട്ടാൻ നോക്കും കേട്ടോ. അങ്ങനെ നമുക്കൊന്ന് ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അന്ന് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ വസ്കുട്ടൻ ആദ്യത്തെ ദിവസത്തിന് ശേഷം ഇന്നാണ് കേട്ടോ അംഗനവാടിയിലേക്ക് പോകുന്നത്. ഓൻ്റെ ചിരിയൊക്കെ കാണുമ്പോൾ അറിയാലോ നല്ല സന്തോഷമുണ്ട്. കാരണം സംഭവം ഓനൊന്നും പിടികിട്ടിയിട്ടില്ല. അവിടെ എത്തി ഞാൻ പിന്നെ മെല്ലെ ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. ഓൻ എന്നെ തപ്പി നടന്നൊന്നുമില്ല കേട്ടോ. ഞാൻ സുജേച്ചിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ലാന്ന്. അപ്പോൾ ഒന്ന് വൈകുന്നേരം വരെ നിൽപ്പിക്കണ്ട, ഉച്ച വരെ നിൽപ്പിച്ചിട്ട് ഇങ്ങ് കൂട്ടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ കൂട്ടാൻ പോവാണ് കേട്ടോ. പക്ഷെ ഓൻ അവിടെ ആക്കിയിട്ട് പോരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു എന്തോ ഒരു ഫീൽ കേട്ടോ. കാരണം അങ്ങനെ നമ്മൾ എവിടെയും ഇട്ട് വെച്ചിട്ട് വരാറില്ലല്ലോ, വീട്ടിലാക്കി പോവാന്നല്ലാണ്ട്. അങ്ങനെ ഞാൻ അംഗനവാടിയിൽ എത്തിയപ്പോൾ ആള് ബാഗൊക്കെ ഇട്ടിട്ട് എന്നെയും കാത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ അവൻ്റെ ഉള്ള എക്സ്പ്രഷൻ കണ്ടോ, ഹായ് എന്നോട്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല കുട്ടിയായി നിന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചു വീട്ടിലേക്ക്. അപ്പോൾ ശരി, വീണ്ടും കാണാം.